നമ്മുടെ 54-ാമത്തെ എപ്പിസോഡാണ്. നേരത്തെ ചെയ്തൊരു എപ്പിസോഡിൻ്റെ ബാക്കിയായിട്ട് തന്നെയാണ് ഇത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഞാൻ പഹൽഗാം യുദ്ധത്തെക്കുറിച്ചൊരു എപ്പിസോഡ് അന്ന് തന്നെ ഞാൻ പറഞ്ഞിരുന്നു. ഇതിനകത്ത് ഞാൻ ആവർത്തിച്ച് പറഞ്ഞിരുന്നു, ഇന്ത്യയെ വിമർശിക്കരുത്, കാരണം ഇന്ത്യ പഴയ പോലല്ല, ഇന്ത്യ ഒരു വെൽ സെറ്റപ്പ് രാജ്യമാണെന്നൊക്കെ. പക്ഷേ ഇന്നലെയൊക്കെ ആയിട്ട് ഇങ്ങനെ ന്യൂസിൽ ഏതാണ്ട് ഒരു അഖിൽമാരാരോ പിന്നെ ഒരു റിയാസ് എന്ന് പറഞ്ഞവനോ ഏതോ ഒരു നടിയോ ഒക്കെ ഇങ്ങനെയൊക്കെ വിരുദ്ധമായിട്ടൊക്കെ സംസാരിച്ചു. ഞാൻ പറഞ്ഞു, ഒരിക്കലും സംസാരിക്കുന്നത് അത് നിയമത്തെയോ ഒന്നും പേടിച്ചിട്ടല്ല. കാരണം നമുക്കൊരു കൂറില്ലേ, നമ്മൾ തിന്നുന്ന ആഹാരത്തോട് നമുക്കൊരു കൂറില്ലേ, അത് വേണ്ടേ? കാരണം ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ ഫുൾ ഫോം എന്താണെന്നെങ്കിലും അറിയിച്ചാണോ ഇവരൊക്കെ ഈ പറയുന്നത്? കാരണം ഇൻഡിപെൻഡൻറ്റ് നാഷൻ ഡിക്ലെയർഡ് ഇൻ ഓഗസ്റ്റ് എന്നാണ് അന്ന് ഡിക്ലെയർ ആയതാണ് ഇന്ത്യ എന്നും പറഞ്ഞ് രാജ്യം. മാത്രമല്ല, ഇന്ത്യയുടെ ഒരു നിയമസംഹിത ഈ ലോകത്തിൽ ഒരിടത്തും ബ്രിട്ടൻ്റെ അടിച്ചു മാറ്റിയതെന്നൊക്കെ ചുമ്മാ അംബേദ്കറെ കുറ്റപ്പെടുത്തുക, അതൊന്നും അല്ല. ആ അംബേദ്കർ പോലും ഇന്ത്യക്കൊരു നിയമം എഴുതി ഉണ്ടാക്കിയത് നെഹ്റു ഏൽപ്പിച്ച അംബേദ്കറാണ്. അദ്ദേഹം അതിൻ്റെ പ്രത്യേകത തന്നെ നിങ്ങൾ ഓർത്തു നോക്കി. കാരണം ഒരു സംവരണത്തെക്കുറിച്ച് അത്രയും ശതമാനം കൊടുത്തപ്പോഴും അദ്ദേഹം സംവരണമില്ലാത്ത വിഭാഗങ്ങളെ തകർക്കാനോ തോൽപ്പിക്കാനോ നശിപ്പിക്കാനോ ഒന്നും ആ നിയമങ്ങളിൽ പറഞ്ഞിട്ടില്ല. അവരുടെ സ്വാതന്ത്ര്യങ്ങളും അനുവദിച്ചുകൊണ്ടാണ്. ഒരു പക്ഷേ സംവരണ ചില വിഭാഗങ്ങൾ കൊടുത്തില്ലായിരുന്നെങ്കിൽ അവരൊക്കെ നശിക്കിടന്ന് അവർ അക്രമകാരികളായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായേനെ. അതൊക്കെ അന്നും അംബേദ്കർക്ക് കാണാൻ പറ്റും. ഇങ്ങനെ വ്യക്തമായ, നിങ്ങൾക്കറിയാം, ഈ ലോകത്തിൽ ഏറ്റവും സത്യസന്ധമായിട്ട് പോകാവുന്നതും വിശ്വസിക്കാവുന്നതും ഏറ്റവും നല്ല അതൊരു ജനാധിപത്യ രാഷ്ട്രത്തെ, അതാണ് ഇന്ത്യൻ ഭരണഘടന. അത് ബ്രിട്ടൻ്റെ കുറച്ചൊക്കെ എടുത്തിരുന്നെങ്കിലും ഇന്ത്യ ആ ഭരണഘടന പോലും അങ്ങനെയാണ്. മാത്രമല്ല, ഇന്ത്യയിലൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യയിലെ ജനങ്ങൾക്ക് ബുദ്ധിയുടെ അളവറിയാമോ? ഇന്ത്യയുടെ ജനങ്ങളുടെ ഈ ഭരണാധികാരികളുടെ ബുദ്ധി, ഈ വിഡ്ഢികളൊക്കെ ഇത് കിടന്ന് പറയുമ്പോഴത്തേനും ഇവർ വിചാരിക്കുന്നത് ഈ ഇന്ത്യയിൽ എഴുതപ്പെട്ട ഈ മഹാഭാരതം എന്നും പറഞ്ഞൊരു സംഭവം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? നിങ്ങൾ വായിക്കുക, അത് കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒതല്ലോ, ഒഡീസി, അവരുടെയൊക്കെ ക്ലാസിക്കുകളാണ് മറ്റ് രാജ്യങ്ങളിലൊക്കെ. എന്തൊക്കെ ഇതിനേക്കാൾ എത്ര വലുതാണെന്നറിയോ ഈ മഹാഭാരതം എന്ന് പറയുന്ന സാധനം. അതിനകത്തെങ്ങോട്ട് 8000 പേരുകൾ ആവർത്തിക്കാതെ ഒരു കൊച്ചു ഗ്രന്ഥമാണ്. അതിനകത്ത് ആവർത്തനം ഇല്ലാതെ 8000 പേരുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു രാജ്യത്തിൻ്റെ അന്നത്തെ വ്യവസ്ഥകൾ മൊത്തം അത് എത്ര വർഷം മുമ്പ് എഴുതിയതാണത്. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമാന്മാരുള്ള നാടാണ് ആ മഹാഭാരതം. നിങ്ങളൊന്ന് എടുത്ത് നോക്ക്. മഹാഭാരതത്തിൽ എന്തൊക്കെയാണ്, എത്ര നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ ഇത് അത്ര ബുദ്ധിമാന്മാർ ജീവിച്ചിരുന്നൊരു രാജ്യമാണ്. അതിൻ്റെ ഭരണാധികാരിക്ക് ഈ തലമുറയിലെ ഐക്യം കൂടെ വരുമ്പോഴത്തേനും എത്ര ബുദ്ധി കാണും. എന്നിട്ടാണ് ഇവന്മാർ ഈ ഭരണഘടനയുടെ ഫുൾ ഫോം അറിയാതെ ഇന്ത്യൻ ഭരണഘടനയുടെ മഹത്വം. ഞാനൊക്കെ ജീവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ തിന്മ നിറഞ്ഞ ലോകത്ത് ഈ നന്മ നിറഞ്ഞ ഇന്ത്യയിൽ ജീവിക്കുന്നതുകൊണ്ടാണ്. ഒരു രാജ്യത്തും പോയി നിങ്ങൾക്ക് ഒന്നും ഇങ്ങനെയൊന്നും വിമർശിക്കാൻ പറ്റില്ല ഒരു വ്യവസ്ഥയ്ക്ക്. കാരണം വെടിവെച്ച് കൊല്ലും, ഇല്ലെങ്കിൽ എന്നാ കയറ്റി എന്തോ ബുൾഡോസർ കയറ്റി കൊന്നു കളയും. ഇവിടെ പണ്ടൊരു, ഞാൻ ആ സ്ത്രീയോട് പിന്നെ മിണ്ടിയിട്ടില്ല, ഒരു നമ്മുടെ ചൈന എന്നും പറഞ്ഞ് ഇവിടെ ഒരാൾ പ്രസംഗിച്ചു. ഇവിടെ ഞാൻ ആ സ്ത്രീയോട് പിന്നെ എനിക്ക് മിണ്ടുന്ന ഇഷ്ടമല്ല. നമ്മുടെ ചൈനയോ, നമ്മളേറ്റവും ദ്രോഹിക്കുന്ന ചൈനയാണത്. ഇന്ത്യ അത്ര ബുദ്ധിമാന്മാരുടെ, അത്ര കഴിവുള്ളവരുടെ, അത്ര ചിന്താശേഷിയുള്ളവരുടെ നാടാണ്. 77 കൊല്ലം കൊണ്ട് ഇത്രയും വളരാൻ ഈ ലോകത്തിലൊരു ശക്തിക്കും പറ്റിയിട്ടില്ല. ആ ബുദ്ധിമാന്മാരുള്ളപ്പോൾ ഇവന്മാർ ഈ അഖിൽമാരൊക്കെ എന്ത് വിഡ്ഢിത്തരമാണ് പറയുന്നത്. ഒരു കുടുംബത്തിനകത്തിരുന്ന് ഈ കഞ്ഞി കുടിച്ച് ഇവിടുന്ന് ബിഗ് ബോസിൽ നിന്ന് പൈസ വാങ്ങി ഇവിടുത്തെ അന്നമാണ് ഈ ഇന്ത്യയിലൊന്നും. ശരി, എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു രാജേഷ് എന്ന് പറഞ്ഞ എൻ്റെ ഒരു സുഹൃത്ത്, ആ രാജേഷ് ഞാനിൽ എന്ന് പറഞ്ഞ ആരെങ്കിലും 2 കുട്ടികളുണ്ടെങ്കിൽ ഞാൻ പുസ്തകം ബുക്കും പഠിക്കാനുള്ള ചിലവ് മൊത്തം നോക്കിക്കളഞ്ഞു. ഞാൻ ഈ കേരളത്തിൽ, ഞാൻ എൻ്റെ നാട്ടിൽ മൊത്തം അന്വേഷിച്ചായിരുന്നു. അങ്ങനെ 2 കുട്ടികളെ അന്വേഷിച്ചു. ഇവിടെ ആർക്കും ആ ഗതികേടില്ല. കാരണം അത്ര സെറ്റപ്പ് ഇന്ത്യയിൽ അങ്ങനെയൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല.
ഇത്രയും അത് വിവിധ ജാതി, വിവിധ വർണ്ണം, വിവിധ ഭാഷ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും പലർക്കും അറിയില്ല. അതിനെ ഭരിച്ചുകൊണ്ട് തന്നെ എന്ത് പാടാണെന്നറിയോ. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമാണ്. ലോകരാഷ്ട്രങ്ങളുടെ ഏറ്റവും വലിയ അത്ഭുതം ഇതാണ്. ഇത്രയും ഭാഷ പോലും പരസ്പരം അറിയാത്തവരെ എങ്ങനെ നല്ല രീതിയിൽ ജീവിക്കുന്നു. രണ്ടാമത് ഭാഷയുടെ വിഷയങ്ങൾ, പിന്നെ മതങ്ങൾ, അങ്ങോട്ട് 3000-6000 മതങ്ങൾ, ഇതെല്ലാം ഉണ്ടെങ്കിലും ദൈവവിശ്വാസത്തോടു കൂടി. പിന്നെ ഈ പല തീവ്രവാദങ്ങളും ഇന്ത്യയിൽ ഏക്കാതെ, ഈ പാകിസ്ഥാൻ്റെ ഒക്കെ ഏക്കാതെ പോയത് പല രാഷ്ട്രങ്ങളുടെയും ഇവിടെ അധിഷ്ഠിതമാണ്, കുടുംബത്തിൽ അധിഷ്ഠിതമാണ് ഒരു സെറ്റപ്പ്. അതായത് ഒരു അടിസ്ഥാന ഘടകം കുടുംബമാണ്. മറ്റ് ചില രാജ്യങ്ങൾ വ്യക്തിയാണ്. ആ വ്യക്തിയൊക്കെ 35 വയസ്സാകുമ്പോൾ എല്ലാ സുഖം അനുഭവിച്ചേച്ച് അവർ വാർദ്ധക്യത്തിലേക്കാണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് അവരിങ്ങോട്ട്, പൈസ മാത്രം ഉള്ളതുകൊണ്ടല്ല അവരിങ്ങോട്ടൊക്കെ ആ പൈസ കൊണ്ടൊക്കെ ടൂർ, കാരണം അവരുടെ ജീവിതം ഏകദേശം 36. പക്ഷേ ഇന്ത്യയിലെ കുടുംബങ്ങളിൽ അധിഷ്ഠിതമാണ്. കാരണം കുടുംബത്തിൽ അച്ഛനും അമ്മയും വിലക്കും, പല തെറ്റുകൾ കണ്ടാലും വിലക്കും, നീ അത് ചെയ്യരുതെന്ന് പറയും. അതെന്ത് പ്രശ്നമായിക്കോട്ടെ അവർ വിലക്കും. അത് തീവ്രവാദത്തിന് പോയാലോ കള്ളനോട്ടിന് പോയാലോ എന്തിന് പോയാലും ഈ കുടുംബത്തിൽ അധിഷ്ഠിതമാണ് ഇന്ത്യയിൽ. അതാണ് ഇന്ത്യയുടെ ഒരു അസറ്റ്. അതൊക്കെ പറഞ്ഞത് എല്ലാവർക്കും അറിയാതെ. അപ്പം അങ്ങനെ എഴുതപ്പെട്ട ഒരു പ്രത്യേക ദേശത്ത്, അല്ലെങ്കിൽ ഒരു പ്രത്യേക ഭൂപ്രദേശത്ത് ആ സമൂഹത്തിന് ഏറ്റവും അനുകൂലമായി, ഏറ്റവും സ്വസ്ഥമായി, എല്ലാവർക്കും മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കാതെ, ജീവിത സാഹചര്യങ്ങളെ ഹനിക്കാതെ ജീവിക്കാനായിട്ട് എഴുതപ്പെട്ടിട്ടുള്ളതാണ് ഈ നിയമങ്ങളൊക്കെ. ഇന്ത്യയിലാണ് അത് ഏറ്റവും നല്ലത് എഴുതപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളൊക്കെ ഇങ്ങനെ കയറി എന്തും പറയാനുള്ളതൊന്നുമല്ല. നമ്മളെയൊക്കെ ബുദ്ധിയുള്ളവരാണ് മറ്റുള്ളവരൊന്ന് വിചാരിച്ച് സംസാരിക്കുക. ഇപ്പോൾ അവരൊക്കെ കിടന്ന് അനുഭവിക്കുന്നതായിട്ടില്ലേ. കാരണം എന്ത് എന്ത് വർത്തമാനമാണ് ഒരു ഇന്ത്യയുടെ പട്ടാളക്കാരുടെയൊക്കെ വിഷമം. നിങ്ങൾ ചുമ്മാ നിങ്ങളൊന്നും നേരിട്ടൊന്നും കാശ്മീരിലും പോകണ്ട. നിങ്ങൾ പോയി വീഡിയോസ് ഇട്ട് കാണുക. ഓരോരുത്തരുടെ കാലൊക്കെ മരച്ചേച്ച് ചലനശേഷിയില്ലാതെ ആ മിലിറ്ററിക്കാർ അങ്ങനെ അവിടെ നിൽക്കുന്നതുകൊണ്ടും ഹിമാലയത്തിൻ്റെ സംരക്ഷണം ഉള്ളതുകൊണ്ടുമൊക്കെ അവരൊക്കെ സംരക്ഷിക്കാൻ പെടുന്ന പാട് എത്ര മണിക്കൂർ അതൊക്കെ കണ്ടു കഴിഞ്ഞാലോ കൊണ്ടോ. ഞാൻ ട്രിവാൻഡ്രത്തായിരുന്നപ്പോൾ അവിടെ കുട്ടിക്കാമറ്റയിലൊക്കെ പോകുമ്പോൾ ഒരു പട്ടാളക്കാരൻ്റെ തോളെ കൈയിട്ട് ഞാൻ ഫോട്ടോ എടുക്കണമെന്ന് വിചാരിക്കും. ഇപ്പോൾ ഞാൻ പട്ടാളക്കാരനെ ഞാൻ ചിലപ്പോൾ കാലൊക്കെ തൊട്ട് ഞാൻ അത്രയുള്ളൊരു ഇന്ത്യയൊക്കെ ഇവനൊക്കെ ഇരുന്നുണ്ട് ഈ റേറ്റിങ്ങിനൊക്കെ വേണ്ടിയിട്ട്. എൻ്റെ ഈ ചാനലൊന്നും വലിയ റേറ്റിംഗ് ഒന്നും ഉള്ളതൊന്നും അല്ല. ഞാൻ ഉള്ളത് പറയാമല്ലോ. കാരണം വിദേശ രാജ്യങ്ങൾ ഇന്ത്യ അംഗീകരിക്കുന്നു. ഇസ്രായേലും റഷ്യയൊക്കെ പല രാജ്യങ്ങളും, അറബി രാഷ്ട്രങ്ങൾ അംഗീകരിക്കുന്നു, ചില മുസ്ലിം രാഷ്ട്രങ്ങൾ വരെ അംഗീകരിക്കുന്നു. എന്നാൽ ഇവിടെ ഇരുന്നുകൊണ്ട് വായി തോന്നുന്നു വിളിച്ച് പറയാനുള്ളതൊക്കെ അതൊക്കെ ശരിയല്ല. കാരണം മിലിറ്ററി ഈ പോലീസുമൊക്കെ ഇങ്ങനെയൊക്കെ നടക്കുന്നതുകൊണ്ടാണ് ഇന്ത്യയൊക്കെ കുടുംബത്തിലെ സ്ത്രീകൾ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങുന്നത്. അല്ലാതെ രാത്രി ഇവിടെ 1 മണിക്കൊന്നും ഒരു പോലീസുകാർക്കും റോന്ത് ഊറ്റേണ്ട ആവശ്യമില്ല. അവർക്കും കിടന്നുറങ്ങാം. അവരതൊന്നും ചെയ്യാതിരിക്കുന്നതുകൊണ്ടാണ് രാത്രിയിൽ ഒക്കെ നമ്മുടെ വീട്ടിൽ കിടന്നുറങ്ങും, നമ്മുടെ രാജ്യത്ത് കിടന്നുറങ്ങുന്നതൊക്കെ. നിങ്ങളൊരു മിലിറ്ററിക്കാരൻ്റെ ഒരു 2 യൂട്യൂബ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മിലിറ്ററിയിൽ നിന്ന് വിരമിച്ചവരുടെ, പണ്ടൊക്കെ മിലിറ്ററിയിൽ പിടിച്ചുകൊണ്ട് പോയി ചേർക്കുമായിരുന്നു പറയാം. ഇപ്പോൾ അതൊന്നും വേണ്ട. മിലിറ്ററിയിലേക്ക് ചേരാൻ എത്ര പേരാണെന്നറിയോ ജീവൻ ത്യാഗം ചെയ്യാൻ രാജ്യത്തിന് വേണ്ടി. അങ്ങനെ ഒരു ഇന്ത്യയെക്കുറിച്ചൊക്കെ ചുമ്മാ ഇരുന്നുകൊണ്ട് എന്നെ MLA ആകുമെന്നൊക്കെ പറഞ്ഞാണെന്നോ ഏതാണ്ടൊക്കെയാണെന്ന് പറയുന്നത്. അവനും മറ്റുള്ളവർക്ക് ശിഖണ്ഡി ഒരുത്തൻ, എന്നാ അവൻ്റെ ഒരു റിയാസ് ഞാൻ മറന്നുപോയി. അതായത് ഇവരൊക്കെ എന്നെ കരുതിയിട്ടാണ് ഈ ഒരു 5-6 കൊല്ലം കഴിയുമ്പോൾ ലോകം ഭരിക്കേണ്ട രാജ്യമാണ് ഇന്ത്യ. അതും റിസോഴ്സൊക്കെ ഇത്രയും കുറഞ്ഞ, അതും എന്നതാ ഒരു സ്വേച്ഛാധിപതി ആയിരുന്നെങ്കിൽ സ്വേച്ഛാധിപതി മാത്രം ബുദ്ധിമാനായിരുന്നാൽ മതിയായിരുന്നു. ഇത് ജനങ്ങൾ വിഡ്ഢികളും ബുദ്ധിയുള്ളവരും ഒക്കെ അങ്ങനെ അവിടുത്തെ ജനങ്ങൾ മൊത്തം നല്ലതായിരിക്കണം. എന്നിട്ടും ബുദ്ധിമാന്മാരാണ് ഇന്ത്യയുടെ ജനങ്ങൾ, ഭയങ്കരമായിട്ട് ബുദ്ധിമാന്മാരാണ്. അതുകൊണ്ടാണല്ലോ ഇലക്ഷനിലൊക്കെ പല കാര്യങ്ങളിലും യുക്തമായ തീരുമാനങ്ങൾ അവരെടുക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അപേക്ഷയല്ല, എനിക്ക് ചില ചാനലൊക്കെ അവന്മാരൊക്കെ ഭയങ്കര ചീത്തയായിട്ട് വിളിക്കും. ഞാനിങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നില്ല, ഇത് റീച്ചിനൊന്നും വേണ്ടി ചെയ്യുന്നതല്ല. എന്താണ് ഒരു മിലിറ്ററിയൊക്കെ നിങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ എന്താണ് ഇന്ത്യ ശക്തമല്ലായിരുന്നു. ഇന്ത്യയൊക്കെ എന്ന്
ഇവന്മാരൊക്കെ കീഴ്പ്പെടുത്തി ചുറ്റുമുള്ള രാജ്യങ്ങളെ ഇവന്മാരൊക്കെ ചൈനയും പാകിസ്ഥാനും ഒക്കെ കൂടി സഹായം കൊടുത്ത് നമ്മളുണ്ടാക്കിയ രാജ്യങ്ങൾ വരെ നമുക്കെതിരെ തിരിയുന്ന അവസ്ഥ ഉണ്ടാക്കി. എന്നിട്ടും പിടിച്ചിരിക്കണമെങ്കിൽ അതെന്ത് കഷ്ടപ്പാടാണെന്നറിയോ? ഇവരുടെയൊക്കെ ഉറക്കങ്ങൾ പോലും ഇല്ലാതെയാണ് നമ്മുടെ ഭരണാധികാരികളും നമ്മുടെ മന്ത്രിമാരും ഒക്കെ പ്രവർത്തിക്കുന്നത്. ഇത് അതിൻ്റെ ഇടയ്ക്ക് ഈ ഈ 3-10 പേര് പറഞ്ഞതല്ല കുഴപ്പം. ഇപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, 2-3% ആൾക്കാരുടെ മനസ്സിൽ ഇന്ത്യ വിരുദ്ധ വികാരമുണ്ട്. അത് പല ഈ മാച്ച് സ്പോർട്സ് ഇതിലൊക്കെ ഞാൻ കാണാറുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയൊന്നും ചെയ്യരുത്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു അഭ്യർത്ഥനയാണ്. ഇതിന് വേണ്ടിയിട്ടൊക്കെ എന്നല്ല. നിങ്ങൾക്ക് ഞാൻ പറയാം, ഇന്ത്യയിൽ പട്ടിണി കിടക്കുന്നതിനൊന്ന് കാണിച്ചു തരാമോ? ഇവിടെ ആ ബുക്ക് കൊടുക്കുമെന്ന് പറഞ്ഞില്ല, ഞാൻ തപ്പിയിട്ട് ആരെയും കിട്ടിയില്ല കേട്ടോ. അത്ര വേണം. കാരണം എന്നിട്ട് ഞാൻ പോയി ഗതികെട്ട ഒരു വീട്ടിൽ ചെന്ന് 5 കുട്ടികളുണ്ട്, 3 അനാഥമന്ദിരത്തിലായിരുന്നു. 1000 രൂപ ശമ്പളമുണ്ട്. പക്ഷേ പറഞ്ഞിട്ടില്ല, വാടക ഇതെല്ലാം കൊടുത്ത് 5 കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റില്ല. ഞാൻ എന്നിട്ട് ആ കുട്ടികളെ കൊണ്ടാണ് ഞാൻ ആ രാജേഷിന് ഏർപ്പാട് ചെയ്ത് കൊടുത്തത്. കാരണം ആ കുട്ടികളെ കാണുക പോലും വേണ്ട, എല്ലാം ചെയ്തേക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നതല്ലേ ഏത് സംസ്ഥാനത്ത് എങ്ങനെയൊക്കെ? സത്യത്തിൽ ഇവിടെയൊക്കെ വേറൊരു രാജ്യത്ത് പറഞ്ഞാൽ വെടിവെച്ച് കൊന്നതിനെ. കാരണം നമ്മുടെ ഞാൻ പേരെന്നെടുത്ത് യോഗി, അദ്ദേഹത്തിൻ്റെയൊക്കെ തീരുമാനമാണ് നല്ലത്. ഇങ്ങനെയൊക്കെ കുറ്റം ചെയ്തതിൻ്റെ ചുമ്മാ വിസ്തരിക്കുക, കോടതി ഒന്നുമില്ല, വെടിവെച്ച് കൊല്ലണം. കാരണം ഞാനത് പറയുന്നത് എനിക്ക് ശിക്ഷ കിട്ടുമെന്നറിയില്ല. പക്ഷേ എന്താണ്, നിങ്ങൾ എന്തെങ്കിലും നിയമത്തെക്കുറിച്ചോ നിങ്ങൾ ഇന്ത്യയെക്കുറിച്ചോ നിങ്ങൾ ഈ രാജ്യത്തിൻ്റെ അവസ്ഥയെക്കുറിച്ചോ ഒക്കെ, പല രാജ്യങ്ങളെയും ചൂഷണം ചെയ്ത് യുദ്ധം ചെയ്ത് ഉണ്ടാക്കി കൊണ്ടുപോയ രാജ്യങ്ങളൊക്കെയാണ് പലതും ഇപ്പോൾ സമ്പന്നമായിട്ട്. ബ്രിട്ടീഷ് പോലും നമ്മളെ എന്തോരം സ്വത്ത്, കോഹിനൂർ രത്നം പോലും അവിടെ ഇരിക്കുന്നത്, വിലമതിക്കാനാവാത്ത അതുപോലും കൊണ്ടുപോയ നമ്മുടെ എല്ലാം സമ്പദ് വ്യവസ്ഥയും നമ്മളാരും കൊള്ളയടിച്ചിട്ടില്ല, നമ്മളാരും കയറി ആക്രമിച്ചിട്ടില്ല. ഇപ്പോഴും നമ്മളെ ലോകരാജ്യം അംഗീകരിക്കുന്നത് മൊത്തം നമ്മൾ ചെയ്യുന്ന നന്മയാണ്. ഇന്ത്യയിലെ നന്മയുള്ള ഋഷിമാരെവിടെ ഉണ്ടായിരുന്നത്? ഋഷിമാരെ ഇന്ത്യയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോഴും അത് കാശ്മീരിലൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ യേശുക്രിസ്തു 33 വർഷ ദൈവപുത്രൻ, അദ്ദേഹം പോലും ചരിത്രകാരന്മാർ പറഞ്ഞ് ജീവിച്ചിരുന്നതാണല്ലോ മനുഷ്യനായിട്ട്. ഇന്ത്യയിൽ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇത്രയും ലോകരാഷ്ട്രങ്ങളിൽ നിന്നും കണ്ട് 185 അന്നും എത്ര രാജ്യങ്ങളുണ്ടായിരുന്നു, അതിനൊക്കെ നാട്ടുരാജ്യങ്ങൾ ഇന്ത്യയിൽ വന്നിട്ടുണ്ടെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. എന്തിനാണ് വന്നത്? കാരണം ഏകദേശം ഒരു 10-25 കൊല്ലം അദ്ദേഹത്തെക്കുറിച്ച് ഒരു അറിവുമില്ല. പ്ലേറ്റോയെക്കുറിച്ച് പഠിക്കാൻ പോയിരുന്നു അദ്ദേഹം, ആ ദൈവപുത്രൻ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു ഇതുണ്ട് കേട്ടോ. അപ്പം ആ ഇന്ത്യയുടെ മഹത്വം അറിയാതെയാണ്, എത്ര ഉറക്കമില്ലാതെ ആഹാരമില്ലാതെ അങ്ങനെ കിടന്ന് കഷ്ടപ്പെട്ട് പലരും കൊണ്ടുവന്നതാണ് കേട്ടോ ഇന്ത്യയിൽ ഇരുന്ന് വെച്ച് ചുമ്മാ യൂട്യൂബിന് വേണ്ടിയിട്ടും ഞാനിപ്പോൾ ചെയ്യുന്ന ഈ ഫേസ്ബുക്കിന് വേണ്ടി ഒന്നും ചെയ്ത് കളയരുത് കേട്ടോ. കാരണം ഞാൻ ഉറങ്ങുന്നതും ഞാൻ ആഹാരം കഴിക്കുന്നതും ഞാൻ ഇന്ത്യയിലായതുകൊണ്ടാണ് സ്വസ്ഥമായിട്ട് എനിക്ക് വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റുന്നത്. അതുകൊണ്ട് ദയവായ ഒരു അഭ്യർത്ഥനയാണ്, ഇനി മാരാരോ മരക്കാരോ പിന്നെ എന്നാ മറ്റേ ഇവനോ റിയാസോ ചികണ്ടികളോ ആരോ എന്നാ വേണേലും പറഞ്ഞു, അത് പറയരുത്. അത് തല്ലിക്കൊല്ലും നാട്ടുകാർ കേട്ടോ. മാത്രമല്ല ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഞാൻ തെറ്റായിട്ട് പറഞ്ഞെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ എപ്പിസോഡ് ഞാൻ വാർത്ത കണ്ടിട്ടും ഇങ്ങനെ ജനങ്ങളോട് സംസാരിച്ചപ്പോഴെല്ലാം, അതായത് ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു വ്യക്തിയോ പോലും എതിർക്കുന്നില്ല ഇതിനെ. കാരണം യുദ്ധത്തിന് എന്നോട് പറഞ്ഞ കുറേ കിളവന്മാർ ഒന്ന് കഴിഞ്ഞ ദിവസം സംസാരിക്കുക, ഞാനും പട്ടാളത്തിലാണ്. കാരണം 7 വയസ്സുള്ള ഞാനും ഇപ്പം അതിർത്തിയിലാണ്. കാരണം അയാൾ പറയാം, കാരണം പട്ടാളക്കാരുടെ കൂടെ അങ്ങനെ ഉള്ളിടത്താണ് ഇവന്മാർ എന്തിനു വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെയാണോ? നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുന്നതായിരിക്കും ഇവന്മാർക്കൊക്കെ ഈ വിമർശിക്കുന്നവർക്ക് ചുമ്മാ. ഓക്കെ, തെറ്റ് പറഞ്ഞാൽ ക്ഷമിക്കണം. നന്ദി, നമസ്കാരം. അടുത്ത എപ്പിസോഡിൽ കാണാം.